ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ബീഫ് വെച്ചിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ്. നല്ല ടേസ്റ്റിയുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബീഫൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/4 കിലോളം ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ബീഫ് എടുക്കുമ്പോൾ ഒട്ടും നെയ്യില്ലാത്ത കഷ്ണങ്ങൾ എടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, അതുപോലെ വളരെ കുറച്ച് മാത്രം ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. സാധാരണ നമ്മൾ ബീഫ് വേവിക്കുന്ന ഒരു 1/4 ഭാഗത്തോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി മാറ്റിയേക്കുക. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ എക്സ്ട്രാ എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനൊരു നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടും 3/4 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും അതുപോലെ തന്നെ കോൺഫ്ലോറും രണ്ടും ഈക്വൽ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ചേർത്തത് ഒരു കോഴിമുട്ടയുടെ ആ ഒരു വൈറ്റ് പോർഷൻ മാത്രമാണ് ചേർത്തത്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളമൊക്കെ ഊറ്റി മാറ്റിയപ്പോൾ കുറച്ച് ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ ആ പൊടികൾക്കും ആവശ്യമായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, അതിൽ ആവശ്യമായിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ മതിയാവും കേട്ടോ, ഒരുപാട് നേരമൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇനി നമുക്ക് ഇതിനെ നല്ലൊരു ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. കാരണം ഒറ്റയായിട്ട് കിട്ടേണ്ട ബീഫാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ചൂടുള്ള എണ്ണയായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഓരോ പീസസ് ഇട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വിട്ട് കിട്ടിക്കോളും. ഇതിപ്പോൾ ഞാൻ ഒറ്റ ട്രിപ്പായിട്ടാണ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് അനക്കി കൊടുത്താൽ മതിയാവും. മുട്ടയൊക്കെ ഇട്ടേക്കണോണ്ട് ചിലപ്പോൾ 2-3 പീസസൊക്കെ ഒരുമിച്ചായി പോകും. അപ്പോൾ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി കൊടുത്തേക്കാം. ഇതുപോലെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് 2 സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആക്കി എടുക്കുക. ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. നമ്മളൊരു ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ ഒരു സ്റ്റാർട്ടറായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണിയുടെയൊക്കെ കൂടെ ഒരു സൈഡായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ചിക്കൻ ഫ്രൈക്കൊക്കെ പകരം ഇതുപോലെയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബീഫൊക്കെ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.